ഒരു വണ്ടിയുടെ AC വർക്ക് ചെയ്തുന്ന കാറിനൊക്കെ എൻ്റെ ഉള്ളങ്കയിലിരിക്കണം കേട്ടോ. ഇതൊരു ബെയറിങ്ങിൻ്റെ ഇൻസൈഡിലെ സ്ലീവ് ആയി കാണുന്നത്, അതായത് ഒരു AC കംപ്രസറിൻ്റെ ബെയറിങ്ങിൻ്റെ ഇൻസൈഡിലെ സ്ലീവ് ആയി കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഔട്ടറും കൂടി ഉണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടോ ഈ സ്ലീവിനകത്ത് ഈ ബോൾസൊക്കെ വരുന്നത്, ബെയറിങ്ങിൻ്റെ ബോൾസ് കണ്ടോ. ഇതൊരു ബോളാണ് വെൽഡ് പോയി പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ബോളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് AC വർക്ക് ചെയ്യണില്ല. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷെയ്ക്ക് കൂടുതലായി, അതായത് പുള്ളിക്ക് ഭയങ്കര ഷെയ്ക്ക് കൂടുതലായിട്ടോ. ഷെയ്ക്ക് കൂടുതലായിട്ട് ഇത് ശരിക്കും ബെയറിങ് ഈ മറ്റേ നമ്മുടെ കംപ്രസർ പുള്ളിയുടെ ബെയറിങ് അല്ല, അതിന് ഇൻസൈഡിൽ ഷാഫ്റ്റിൽ വരുന്ന, അതായത് നമ്മുടെ അകത്ത് പിസ്റ്റനും സാധനങ്ങളൊക്കെ വരുന്ന ഒരു മെയിൻ ഷാഫ്റ്റ് ഉണ്ട്, ആ ഷാഫ്റ്റിൽ വരുന്ന ഒരു ബെയറിംഗ് ആണ്. ഇത് വരുന്ന പുറത്ത് വരുന്ന സാധാരണ കംപ്രസറിനകത്താണ് വരിക. ഇത് കറക്റ്റ് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് പുറത്തായിട്ട് വരുന്ന ഈ ബെയറിംഗ് ഇട്ടാണ്. അപ്പോൾ ഈ ബെയറിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് ഭയങ്കര ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. കംപ്രസർ മൊത്തത്തിൽ കടന്നിട്ട് ഇൻസൈഡ് കടന്ന് ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് കൂടുതൽ അങ്ങനെ ഷെയ്ക്ക് ആവണതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റ് ആയിട്ട് കോയിൽ വിട്ടുപോകും. അപ്പോൾ AC കംപ്രസർ പിടിക്കില്ല, അതായത് കംപ്രസർ വർക്ക് ചെയ്യില്ല. അതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ബെയറിംഗ് മാത്രമായിട്ട് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് ഈ കംപ്ലൈൻ്റ് ഒക്കെ മാറിയിട്ട്, അപ്പോൾ നമ്മൾ ബെയറിംഗ് ഇത് ഊരിപ്പോയിണ്ടായില്ല, സ്ലീവൊക്കെ അതിൽ പിടിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ വെൽഡ് ചെയ്ത് സാധനം ഊരിയെടുത്ത് പുതിയ ബെയറിംഗ് ഇട്ടത് ഈ കംപ്രസറിൻ്റെ പുള്ളിയുടെ ബെയറിംഗ് കൂടെ അങ്ങ് മാറ്റിയൊരു ഷേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ മാറ്റിയപ്പോഴത്തേക്ക് കംപ്രസർ ഒക്കെ ആയിട്ടാണ്, പമ്മിങ്ങോ കാര്യങ്ങളോ ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ഈ വണ്ടി വരുന്നത് കംപ്രസർ മാറണം, കണ്ടൻസർ മാറണം, കൂളിംഗ് ഓയിൽ മാറണമെന്നൊക്കെ വന്നേട്ടാ. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിനകത്ത് ബ്ലാക്ക് ഓയിൽ അടിച്ചിട്ടില്ല. അതുകൊണ്ട് കംപ്രസർ മാറണ്ട, കൂളിംഗ് ഓയിൽ മാറണ്ട, കണ്ടൻസർ മാറണ്ട. നമുക്കിത് റിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ച് ഞാനിപ്പോൾ നമുക്ക് ഓയിൽ കൊടുത്ത് സെറ്റാക്കി ലോഡാക്കി എടുത്തേക്കണ്ട. ഇനി ഇത് കയറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഗ്യാസ് ചാർജ് ചെയ്താൽ കേട്ടോ സംഭവം ഓക്കെ ആവും. നമുക്കൊന്നും മാറേണ്ട ആവശ്യമില്ല. ഈ ഒരു ബെയറിങ്ങും അതേപോലെ കംപ്രസറിൻ്റെ പുള്ളിയിൽ വരുന്ന ബെയറിങ്, 2 ബെയറിങ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുതിയ ഓയിൽ ഒഴിച്ച് ഗ്യാസ് ഒഴിച്ച് സംഭവം ഓക്കെ ആവും കേട്ടോ. കുറച്ച് പണിയെടുത്ത് നമ്മൾ ഇത് ശരിയാക്കി എടുക്കാനായിട്ട്. സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇനി കയറ്റി പിടിപ്പിച്ച് ഗ്യാസ് അടിച്ചാൽ മതി, ഓക്കെ ആവും.